വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനെ ചൊല്ലി പല പല തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. ഈ സാധനം എന്തിനാണ് വിൽക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ മേടിച്ച് വണ്ടിയെ ഫിറ്റ് ചെയ്യുന്നത്? ഇത് പലരും ചോദിക്കാറുള്ള ഒരു കമൻറ്റാണ്. ഈ MVDയുടെ എന്തോ പ്രോഗ്രാമിനാണെന്ന് തോന്നുന്നു ആസിഫ് അലീനെ വിളിച്ചു വരുത്തി. അപ്പോൾ ആ കൂട്ടത്തിൽ ആരോ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ MVDയെ നിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ചോദ്യം ആസിഫ് അലി മൈക്കിനകത്തോട്ട് വിളിച്ചു പറഞ്ഞു. എന്നെ സൂപ്പറായിരുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നല്ല രസമാണ്. ഒരുപാട് നല്ല കാര്യങ്ങളോട് വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും MVDയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു ഇത്രയും കാലത്തെ? ഞങ്ങൾക്ക് എല്ലാവർക്കും MVDയോട് പറയാനുള്ളത്, ഇവിടെ വരുന്ന അലോയ് വീൽസ്, വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ്, കൂളിംഗ് ഫിലിം, ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം. കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്തത് മേടിച്ച് ഒപ്പിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് ഇതിവിടെ വിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല. ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല. കാര്യം ചൂടുള്ളത് കൊണ്ട് പ്രൈവസി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പല സമയത്തും നമുക്ക് കൂളിംഗ് ഫിലിം ഒട്ടിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഞാൻ നിങ്ങളെ മോശമാക്കി പറയുന്നതല്ല. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോട്ടിൽ വെച്ച് അത് കീറി കളയുന്നതിനേക്കാൾ നല്ലത് അതിങ്ങനെ വിൽക്കാൻ സമ്മതിക്കാതിരിക്കുക, അല്ലേ? അത് തകർത്തല്ലേ സംഭവം. ഇങ്ങനെ വേണം. നമ്മൾ ഓരോ മലയാളികളും പറയാൻ ആഗ്രഹിച്ച സംഭവം ഇത് എന്തിനാണ് വിൽക്കുന്നതുകൊണ്ടല്ലേ മേടിച്ചു. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ അത് നിരോധിച്ചാൽ പോരെ. ഈ പല സാധനങ്ങളും നമ്മളിവിടെ നിരോധിച്ചിട്ടുണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ ചുണ്ടിനടി വെക്കുന്ന പല സാധനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിരോധിച്ച സാധനം ഉപയോഗിക്കുമ്പോഴാണ് ഈ പിടിക്കുന്നത്. ഇത് മറ്റേ CDMSക്കകത്ത് പറഞ്ഞ പോലെ തോക്ക് തരാം പക്ഷെ വെടി വെക്കരുതെന്ന് പറഞ്ഞ പോലെ. പിന്നെ എന്തിനാ സാർ തൂക്കിയിട്ടോണ്ട് നടക്കാനാണോ ചോദിച്ച പോലെയാണ്. കറക്റ്റ് കാര്യം ചോദിച്ചേ. ഈ സാധനം നിരോധിച്ചാൽ പോലെ. ഇത് വിൽക്കും, അതിൻ്റെ ടാക്സൊക്കെ മേടിച്ച് പോക്കറ്റിലിടും. അതിനുശേഷം ഇത് പിടിപ്പിച്ചുകൊണ്ട് നടക്കുന്നവനെ പിടിച്ച് പെറ്റിയടിക്കും. കലികാലം. എന്തായാലും ആസിഫ് അലി പൊളിച്ച്